എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, ഈ വടി കൊണ്ടല്ല കേട്ടോ, ഇത് ഞാൻ വെറുതെ ഒരു ഇതിന് പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അത് ആൾ കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം കേട്ടോ. നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ ഏറ്റവും മോശമായിട്ടുള്ള എന്ത് ക്വാളിറ്റിയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ലേ? പക്ഷേ ഇന്നു മുതൽ നിങ്ങൾ ഒരാളെ കാണുമ്പോൾ ഏറ്റവും അയാൾ ചെയ്യുന്ന ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും ചെറിയതായിക്കോട്ടെ ഒരു നല്ലൊരു ക്വാളിറ്റി അയാളിൽ ഉണ്ടായിരിക്കും. ആ ക്വാളിറ്റി എന്താണെന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കിക്കേ. ചിലപ്പോൾ അയാൾ വസ്ത്രധാരണം വളരെയധികം അലസമായിട്ടായിരിക്കും കിടക്കുന്നത്. ചിലപ്പോൾ വൃത്തിയൊന്നും ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ കീറിയ വസ്ത്രമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തൂങ്ങി കിടക്കുന്ന വസ്ത്രമൊക്കെ ആയിരിക്കും. പക്ഷേ അയാൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ല് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് ഉപദ്രവമാണ് എന്നുണ്ടെങ്കിൽ അയാളതൊരു തട്ടിയിടുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു ഗുഡ് ക്വാളിറ്റി അതാണ്. ഓക്കെ, നമ്മുടെ മക്കൾ രാവിലെ ചില കുട്ടികളുണ്ടല്ലോ കൃത്യം 6 മണിയായിട്ടുണ്ടെങ്കിൽ അലാറം വെച്ച പോലെ നീക്കുന്നത്. അലാറം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അവർ നീക്കുന്ന കുട്ടികളാണ്. കറക്റ്റ് 6 മണിക്ക് നീക്കുക. അതുപോലെ തന്നെ രാത്രി ഒരു 7 മണി അല്ലെങ്കിൽ മാക്സിമം പോയ 8 മണി അത് കഴിഞ്ഞ് ഉറങ്ങുന്ന ഒരു കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ആ കുട്ടിയുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണത്. അല്ലാണ്ട് രാത്രി ഒരുപാട് സമയം വൈകിട്ട് കിടക്കുക, രാവിലെ ഒരുപാട് സമയം വൈകി നീക്കുക, അതല്ല. അതും അവരുടെ അതായത് നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു കുട്ടി, അത് ആ കുട്ടിയുടെ ഒരു ഗുഡ് ക്വാളിറ്റിയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതനുസരിക്കുന്നൊരു കുട്ടി, അത് ആ കുട്ടിയുടെ ഒരു ഗുഡ് ക്വാളിറ്റിയാണ്. ചിലപ്പോൾ ആ കുട്ടി പഠനത്തിൽ വലിയ ഇതൊന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകരുത്, അല്ലെങ്കിൽ മറ്റുള്ള അപരിചിതർ വന്നിട്ട് എന്തെങ്കിലും സാധനം വാങ്ങരുത്, അറിയാത്ത ആളുകളുടെ വണ്ടിയിൽ കയറരുത്, അറിയാത്ത ആളുകളുടെ അടുത്തേക്ക് സഹവസിക്കരുത് എന്നൊക്കെ നിങ്ങളെ മക്കളോട് പറയുമ്പോൾ അത് കേൾക്കുന്ന മക്കളാണ് എന്നുണ്ടെങ്കിൽ അതും ആ കുട്ടിയുടെ ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ആ കുട്ടിക്ക് ചിലപ്പോൾ പഠനത്തിൽ ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവില്ല, നന്നായിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്യാത്ത കുട്ടിയായിരിക്കാം, പക്ഷേ അവനിലും അല്ലെങ്കിൽ അവളിലും നല്ല നല്ല ക്വാളിറ്റീസ് ഉണ്ട്. നമ്മൾ ഈ പറയുന്നത്, അതായത് പാരൻസ് പറയുന്നത്, ഈ കുട്ടികൾ നല്ല പോലെ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ആ കുട്ടി നല്ലൊരു കുട്ടിയാവുന്നത്. അങ്ങനെയല്ല. നല്ല അനുസരണയുള്ള നല്ല വ്യക്തിത്വമുള്ള ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടി പഠനത്തിൽ പിന്നോക്കായാലും കുഴപ്പമില്ല, അനുസരണയിൽ ആ കുട്ടി 1-ാം സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയാണ് ഏറ്റവും മികച്ച കുട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മളിൽ നല്ല ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയാണ്, നിങ്ങളടുത്ത് ഒരു പേപ്പർ തന്നിട്ട് പറയണം നിങ്ങളുടെ ഏറ്റവും നല്ല 10 ക്വാളിറ്റി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും എഴുതുക? നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കും, ഞാൻ എന്താ ഇപ്പോൾ ക്വാളിറ്റികൾ എന്നുള്ളത് ആലോചിച്ച് നോക്കൂലേ? നേരെ മറിച്ച് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ വൈഫിൻ്റെയോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടോ ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെയൊക്കെ ഒരു 2 ബാഡ് ക്വാളിറ്റീസ്, അവരുടെ ഏതെങ്കിലും 2 സ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ 2 സ്വഭാവമോ ഞാൻ ഇപ്പം പറയും, ഇതിൻ്റെ അകത്ത് ഒരുപാടുണ്ട്, 20 50 വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയില്ലേ? ഈ സ്ഥാനത്ത് നിങ്ങളുടെ 10 ക്വാളിറ്റി നിങ്ങൾക്ക് പറയാൻ കഴിയൂലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയൂലല്ലോ പെട്ടെന്ന്. അതാണ് മനുഷ്യൻ. നമ്മൾ മറ്റുള്ളവരുടെ ബാഡ്, അതായത് മറ്റുള്ളവരുടെ ഏറ്റവും മോശപ്പെട്ടത് എന്താണെന്ന് ചകഞ്ഞ് നോക്കും അല്ലേ? ഈ ഉണങ്ങിയ ഇല കണ്ടിട്ടില്ലേ? ഉണങ്ങിയ ഇലക്ക് മണോ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഈ ഉണങ്ങിയ ഇല നമ്മുടെ തൊടിയിലൊക്കെ കിടക്കണ ഇല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ആ ഇല ഉണങ്ങി ഇങ്ങനെ വെറുതെ കിടക്കണിച്ച് വേറെ കുഴപ്പമൊന്നുണ്ട്, പക്ഷേ അടിഞ്ഞിങ്ങനെ കിടക്കുന്ന ഇലയാണെന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ കിടക്കണ ഇല ഉണങ്ങി കിടക്കും, അതിന് മണോ വേറെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളത് കുറച്ച് മാറ്റി നോക്കി നോക്ക്, അടിക്ക് എത്തുന്നിടത്തോളം ചകഞ്ഞ് നോക്കുന്നിടത്തോളം അടി ദുഷിച്ചതായിരിക്കും. അതാണ് നമ്മുടെ മനുഷ്യൻ്റെ ഒരു പ്രത്യേക ആയിട്ടുള്ളൊരു സ്വഭാവം. നമ്മൾ മറ്റുള്ളവരുടെ ഏറ്റവും മോശമായിട്ടുള്ള, അതായത് അവരുടെ അടിവേരടക്കാൻ അങ്ങോട്ട് മാന്തി എടുക്കില്ലേ, അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തുക. പക്ഷേ മുകളിൽ കിടക്കുന്ന ആ ഉണങ്ങിയ ഇലയുടെ ക്വാളിറ്റി ഒരിക്കലും നമ്മൾ നോക്കില്ല. അയാളുടെ പെട്ടെന്ന് പ്രകടമാകുന്ന ഒരു കാര്യം നമ്മൾ നോക്കില്ല, നല്ലൊരു ക്വാളിറ്റിനെ ഒരിക്കലും നമ്മൾ നോക്കില്ല. ഈ നല്ല ക്വാളിറ്റിയും ചീത്ത ക്വാളിറ്റിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഈ നല്ല ക്വാളിറ്റിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചീത്തത് മാത്രം കഴിഞ്ഞ് ഇനിയും നന്നാവാനുണ്ട് എന്ന് പറയും അല്ലേ? ഇനിയും നന്നാവാനുണ്ട് അല്ലേ? ആ ഇനിയും നന്നാവാനുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കണം, ഞാൻ നന്നായതിൽ എത്രത്തോളം നല്ലതുണ്ട്, അതായത്
നമ്മുടെ കയ്യിൻ്റെ വിരൽ വെച്ചാൽ തന്നെ അറിയാം എല്ലാ വിരലുകളും ഒരേ വലിപ്പമല്ല. എല്ലാ വിരപ്പം ഇങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ ഈ തള്ളവിരലൊക്കെ ഇതിൻ്റെ ഒപ്പാണെന്നുണ്ട് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ പിടിച്ച് ആക്കാൻ പറ്റുമോ? ഈ വിരലുകളൊക്കെ പല വലിപ്പമായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ചോറൊക്കെ ഇങ്ങനെ വാരി കഴിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കാറുണ്ട്. പക്ഷേ തള്ളവിരലിന് ഇത് അങ്ങനെ പിടിച്ചിട്ട് ഇത്ര വലിപ്പമാണെന്നുണ്ടെങ്കിലോ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ തള്ളവിരൽ ഇങ്ങോട്ട് പോകും, ചെറിയ വിരൽ ഇങ്ങോട്ട് പോകും, അങ്ങനെയല്ലേ. അപ്പോൾ 5 വിരലിനെയും അല്ലെങ്കിൽ 10 വിരലിനെയും 10 തരത്തിലാക്കിയിട്ടുള്ളത് അതിന് ഓരോരോ ഗുണങ്ങളുള്ളത് കൊണ്ടാണ് അല്ലേ. നമുക്ക് ഈ ഒരു വിരലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ 2 വിരലോട് നമ്മൾ എഴുതുമോ? ഇല്ലല്ലോ. അപ്പോൾ ഓരോരുത്തരുടെയും ക്വാളിറ്റികൾ ഓരോ തരത്തിലുള്ളതാണ്. നമ്മൾ അവരുടെ നല്ല ക്വാളിറ്റിയെ മാത്രം മുന്നോട്ട് കൊണ്ടുവരിക. ഫ്രീക്കന്മാർ ചെക്കന്മാർ കണ്ടിട്ടില്ലേ, അവരെ കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ സ്വഭാവം നല്ല സ്വഭാവമായിരിക്കും കേട്ടോ. അടുത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലത്തെ കുറേ കുട്ടികളുണ്ട്, അവരുടെ തലയും മുടിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തീപ്പെട്ടി ഇങ്ങനെ വരച്ചിട്ട് തലയ്ക്ക് വെക്കാനൊക്കെ തോന്നും. പക്ഷേ അവരടുത്തറിഞ്ഞ് നോക്കി നോക്ക്, അവരുടെ ആ തല ഇങ്ങനെ പാറിച്ച് നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അവരിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മളെന്താ ആ ചെക്കൻ്റെ നടത്തം കണ്ടോ, അതിൻ്റെ തലയൊക്കെ പറപ്പിച്ചിട്ട് ഒരു കുട്ടി ട്രൗസർ ഇട്ടിട്ട് ഒരു ബനിയൻ ഇട്ടിട്ട് ഇങ്ങനെ വെയിലും കൊണ്ടിട്ട് ഉണങ്ങി ചുക്കായിട്ട് നടക്കണമെന്ന് നമ്മൾ പറയില്ലേ. പക്ഷേ അവരിലുമുണ്ട് ഒരു മനുഷ്യനും ഒരുപാട് നല്ല നല്ല ക്വാളിറ്റീസും. ആ നല്ല ക്വാളിറ്റീസിനെ ആരും അംഗീകരിക്കാത്തത് കൊണ്ടാണ് അവരെങ്ങനെ അലസമായിട്ട് നടക്കുന്നത് അല്ലേ. നമ്മൾ അവരൊന്ന് ചേർത്ത് പിടിച്ചു നോക്ക്. നിങ്ങൾ പാരൻസ് നോക്കൂ, ഒന്ന് ചേർത്ത് പിടിച്ചു നോക്ക്. അനക്കട നന്നായിക്കൂടെ എന്ന് പറയുന്നതിന് പകരം അവരുടെ തലയിലൊന്ന് തലോടിയിട്ട് ഈ കുട്ടി ഇവിടെ വന്നാൽ അല്ലെങ്കിൽ ഉമ്മാനെ കുട്ടി ഇവിടെ വന്നാൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും അവരൊന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? ഈ ചേർത്ത് പിടിക്കലുണ്ടല്ലോ, അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ചേർത്ത് പിടിച്ചിട്ടുണ്ട് വെച്ചാൽ എന്താണ്, നമ്മൾ 2 പേര് തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻ്റാണ്. അത് മനുഷ്യ സഹജമായൊരു കാര്യമാണ്. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് വരാം, വേറെ ഓരോരോ പിന്നെ കുത്തി നോവിക്കുന്ന കമൻറ്റ് വരാം, എനിക്കറിയാം. പക്ഷേ നിങ്ങൾ എൻ്റെ കാര്യം മാത്രം നോക്കണ്ട കേട്ടോ. അതായത് എൻ്റെ മൈനസ് പോയിന്റുകൾ നിങ്ങൾ ഒരിക്കലും നോക്കണ്ട, എൻ്റെ പ്ലസ് പോയിന്റുകൾ ഒരുപാടുണ്ടല്ലോ. ഒന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ചിരിക്കണില്ലേ, നിങ്ങൾ അതെങ്കിലും നോക്കിക്കൂടെ. ഇങ്ങനെ മുന്നിൽ ധൈര്യത്തോടെ വന്നിട്ട് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നില്ലേ. ഇതിനെ നേരെ ഡിഫറെൻ്റ് ആയിട്ട്, അതായത് നേരെ തലകുത്തി മറിഞ്ഞൊരു സ്വഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഒരു ചിരി തന്നെ ഞാൻ മറന്ന ഒരാളാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് മാറിയിട്ടുണ്ട്. ആ മാറ്റത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എനിക്ക് എന്നെ തന്നെ വേണമെന്ന് തോന്നിയത് കൊണ്ടാണ്. അപ്പോൾ എന്നിലെ ഗുഡ് ക്വാളിറ്റീസിനെ ഞാൻ അംഗീകരിച്ച് കഴിഞ്ഞാൽ എനിക്ക് മാറാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റിലുള്ളവരെ, നിങ്ങളെ വീട്ടിലായിക്കോട്ടെ, അയൽവാസികളായിക്കോട്ടെ, നാട്ടിലുള്ളവരായിക്കോട്ടെ, സ്കൂളിലോ മദ്രസയിലോ എവിടെ ഉള്ളവരായിക്കോട്ടെ, ഈ ഒരു കാര്യം നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിങ്ങൾ ഇടപഴകുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ആ ആളുകളുടെ ഏറ്റവും നല്ല ഗുഡ് ക്വാളിറ്റീസ് നിങ്ങൾ അന്വേഷിച്ചിട്ട് ആ ഒരു ഗുഡ് ക്വാളിറ്റീസ് നിങ്ങൾ എടുത്ത് നോക്കി നോക്ക്. ആ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നന്നായിട്ട് അംഗീകരിക്കാനും സ്നേഹിക്കാനും കഴിയും. നിങ്ങൾ ഇതൊന്നും അംഗീകരിക്കാത്തത് കൊണ്ടാണ് നമുക്കിതൊന്നും പറ്റാത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊന്നും മനസ്സിലാക്കില്ല, ഞാനാണ് ഏറ്റവും ബെസ്റ്റ്, അവരൊക്കെ ചീത്തതാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തീർന്നു, ഈ പെണ്ണിന് പ്രാന്താണ്, ഇതിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, നമ്മളല്ലേ ഇതിങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, ഞാൻ എന്തെങ്കിലും ചെയ്ത് എനിക്ക് എന്തെങ്കിലും തോന്നുമോ? അതൊക്കെ ഉണ്ടാവും. ഒന്നും തോന്നാൻ പോകണില്ല. നിങ്ങൾ നിങ്ങളെ മക്കളെ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ അപ്പുറം, അതായത് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ആര് ചെയ്താലും ഒന്നും ആവാൻ പോകുന്നില്ല, അത് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളുടെ ഒപ്പമുള്ളവരുടെ ഏറ്റവും ചെറിയ ഗുഡ് ക്വാളിറ്റി ഏതാണോ അത് നിങ്ങൾ നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങൾ പറയും ആ ഒരാൾക്ക് നല്ല ആളാണോ ചീത്ത ആളാണോ എന്നുള്ളത് പറയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കാണുന്നവർക്ക്, ഉപകാരമുള്ളവർക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.